യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ കുരുട്ട് പെണ്ണിനിപ്പോ ഫുൾ പ്രൊട്ടക്ഷനുമായി ആ തെലുങ്കത്തി പെണ്ണുണ്ടെന്ന കാര്യം മറക്കരുത്. അവള് തെലുങ്കത്തിയൊന്നുമല്ല മാഡം, നല്ല ഒന്നാം തരം മലയാളിയാ. എല്ലാം ആ ദർശന IPSന്റെ ബുദ്ധിയാ. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ദർശനയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അയാളാ. അവളുടെ ഉണ്ണിയമ്മാവനില്ലേ, അതിന്റെ ഗമയില അയാളിപ്പോ. അയാള് നിലത്തൊന്നും അല്ല. അങ്ങനെയെങ്കിൽ അഞ്ജനിക്കൊപ്പം നിങ്ങളുടെ ഭർത്താവും മിസ്സായാലോ? എന്തായാലും അനിയത്തെ അമ്മാവനും ഇല്ലാതെ ഹൽദിക്കൊരുങ്ങാൻ ആ ദർശന തയ്യാറാവില്ല. അയ്യോ ഗിരിജ മാഡം, അതൊക്കെ എങ്ങനെ നടക്കുന്ന? എനിക്കൊരു പേടി തോന്നുന്നുണ്ടേ. അതോർത്ത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ട, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഈ കല്യാണം മുടക്കുക എന്നത് എന്റെ അഭിമാന പ്രശ്ന. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്റെ ഒപ്പം നിന്നാ മതി. അവളുടെ കല്യാണം രൂപേഷുമായി നടക്കരുതെന്നുള്ളത് എന്റെയും കൂടി ആവശ്യമാ. ഈ ഒരു കാര്യം ആര് പറഞ്ഞാലും അതിനൊപ്പം ഞാനും നിൽക്കും. ഓക്കെ, നിങ്ങളുടെ ഭർത്താവിനെ കാണാനില്ലെന്ന് ഹൽദി സമയത്ത് പ്രിയദാസിനെയും സുമംഗലയും നിങ്ങൾ അറിയിക്കണം. പ്രത്യേകിച്ച് ആ ദർശനയെ. ഇതിനെല്ലാം കാരണക്കാരി ദർശനയാണെന്നും പറഞ്ഞ് നിങ്ങൾ അലമുറയിട്ട് കരയണം. ആ പിന്നെ നിങ്ങളുടേത് അഭിനയമാണെന്ന് അവരൊരു കാരണവശാലും അറിയരുത്. ദർശന എന്തായാലും അവളുടെ അമ്മാവനെ അന്വേഷിച്ചിറങ്ങും. അതോടെ ഹൽദി കലങ്ങി മറിയും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊള്ളാം ഗിരിജ മാഡം. ഇത് നമ്മൾ മുമ്പ് കളിച്ച കളി പോലെയൊന്നും അല്ല. ഇത് നടക്കും. അമ്മാവനെ കാണാനില്ലെന്നറിഞ്ഞ പിന്നെ അവൾ അപ്പോഴേ അവിടുന്ന് ഇറങ്ങും. എന്നാ ശരി, എല്ലാം പറഞ്ഞ പോലെ. സമയമാവുമ്പോ ഞാൻ വീണ്ടും വിളിക്കാം. ശരി മാഡം. ഗിരിജ മാഡത്തിന് പുതിയൊരു പ്ലാനിംഗ് ഉണ്ട്. അതാരെ ഉപയോഗിച്ചാന്നറിയോ? നിന്റെ തന്തയെ ഉപയോഗിച്ച. ഇതിലവള് കൊടുങ്ങും. രൂപേഷും ശില്പയുമായിട്ടുള്ള കല്യാണം ഒരു മാമാങ്കം തന്നെയായിരുന്നു. ആ പെണ്ണൊരു പിഴയായിരുന്നെങ്കിലും ഒരുക്കങ്ങൾ ഗംഭീരമായിരുന്നു. മെഹന്തിയും ഹൽദിയും ഒക്കെ എന്റെ ഇടപാടിലായിരുന്നു. അല്ല, മണിയപ്പനും ഉണ്ടായിരുന്നല്ലോ. കല്യാണം അലസിപ്പോയെങ്കിലും പവിത്രനും എനിക്കും നല്ല മലങ്കോളായിരുന്നു. ലക്ഷങ്ങളാ ആ പവിത്രൻ അടിച്ചു മാറ്റിയത്. എനിക്ക് കിട്ടിയതിലൊരു പങ്ക് മണിയപ്പനും കിട്ടിയല്ലോ. അതങ്ങനെ നടന്നു. ഇപ്പൊ കണ്ടില്ലേ, മുത്തശ്ശി എന്നെയും പവിത്രനെയും മാറ്റി നിർത്തിയത്. മണിയപ്പനെയല്ലേ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. മണിയപ്പന് കിട്ടിയാലും എനിക്ക് കിട്ടിയതുപോലല്ലേ? ഇല്ല എതി സാറേ, അത്തരം കളിക്കൊന്നും ഞാനില്ല. കഴിഞ്ഞ തവണ ഇതിന്റെ പേരിൽ കുറെ പഴി കേട്ടതാ. മുത്തശ്ശി എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. ആ ശില്പയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടതൊക്കെ ഞാനും കൂടി ചേർന്നാണെന്നൊക്കെ മുത്തശ്ശി അറിഞ്ഞു. ഏതായാലും ശില്പയുമായുള്ള കല്യാണം നടക്കാതെ പോയത് നന്നായെന്ന് മുത്തശ്ശി സമ്മതിച്ചു. അതുകൊണ്ട് പിന്നെ വലിയ വഴക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത്തവണ അതുകൊണ്ട് എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് സത്യവും ചെയ്യിപ്പിച്ചിട്ടാ എന്നെ കൂട്ടിയത് തന്നെ. ദർശനയെ മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമാ. അവള് മരുമോളായി വന്നാലേ രൂപേഷ് മോന്റെ ജീവിതം പച്ച പിടിക്കുന്ന മുത്തശ്ശിയുടെ പക്ഷം. ഉള്ളത് പറയാലോ സാറേ, ആ ദർശന മരുവത്തൂരിന്റെ ഭാഗ്യമാ, മഹാലക്ഷ്മിയാ. നോക്കിക്കോ, രൂപേഷിന്റെ തലവര തന്നെ മാറ്റിയേക്കും. അതുകൊണ്ട് ഈ കല്യാണത്തിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ കൂട്ടുനിൽക്കുന്ന പ്രശ്നമേ ഇല്ല. അത് കൊള്ളാം മണിയപ്പ. ഞാൻ ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടാക്കുമെന്നാണോ മണിയപ്പൻ വിചാരിക്കുന്നത്? അതവളുടെ സ്വഭാവ മഹിമ കണ്ട് ഭ്രമിച്ചിട്ടൊന്നുമല്ല. ദർശനയും ഒരർത്ഥത്തിൽ മറ്റൊരു ശില്പ തന്നെയാ.
പാവം പോലെ നിൽക്കുന്നേ ഉള്ളൂ. പതുക്കെ പതുക്കെ എല്ലാം അവളുടെ കക്ഷത്തിലാവും. അതുറപ്പാ. ഏട്ടത്തിയുടെ ഇഷ്ടം നോക്കിയേ പറ്റൂ. രൂപേഷനാണെങ്കിൽ അവളെ ജീവനാ. മണിയപ്പൻ പറഞ്ഞതുപോലെ അവളും മിടിക്കൊക്കെ തന്നെ. പക്ഷേ മിടുക്കൽപ്പം കൂടിപ്പോയെന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒഴുക്കിനെതിരെ നീന്തിയിട്ട് ഒരു കാര്യവുമില്ല. കാര്യങ്ങളൊക്കെ ദർശനയ്ക്ക് അനുകൂലമാണ്. ഞാനും അവൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അതുമല്ല, ഗിരിജയും പവിത്രനും ദർശനയ്ക്കെതിരെ എന്തെല്ലാം കളികൾ കളിച്ചു. എന്നിട്ട് ജയിച്ചോ? അതുമില്ല. ദർശന വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലും തറവാട്ടിലും പിടിമുറുക്കുമെന്ന് ഉറപ്പാ. പവിത്രനെയും ഗിരിജയെയും അവൾ ഏതായാലും അങ്ങോട്ടടുപ്പിക്കില്ല. അതുകൊണ്ട് ദർശനയുടെ കൂടെ നിൽക്കുന്നതാ ബുദ്ധി. ഈ കല്യാണം നമ്മൾ നടത്തും. നമ്മൾ ഒന്നിച്ചു നിന്ന് നടത്തും. അതിൽ തലയിടാൻ വരുന്നവരെ നമ്മൾ ഒന്നിച്ചു തന്നെ നേരിടും. അതെ, ഇക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ട. പക്ഷേ അവിടെ ഉണ്ടൊരു കുഴപ്പക്കാരൻ. അവളുടെ ഒരു അമ്മാവനുണ്ട്, ഒരു ഉണ്ണിക്കിണ്ണൻ. അവൾക്ക് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്നത് അയാളാ. ആളൊരു വെടലയാണെങ്കിലും കാര്യങ്ങൾ അയാൾ നേരിട്ടിടപെട്ടാൽ സംഗതി പാടും. ദർശനയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് മോക്ഷത്തിനൊന്നുമല്ല. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. രാഷ്ട്രീയക്കാരെ കണ്ടു പഠിക്കണം. കാലാകാലങ്ങളിൽ അവര് കാലുമാറുന്നത് എന്തിനാ? അധികാരം കിട്ടാൻ. അധികാരം മാത്രമല്ല, കിട്ടാനുള്ളത് കിട്ടിയാലേ കിട്ടൻ ഉറക്കം വരുമെന്നൊരു ചൊല്ലുണ്ട്. അതിനിടയില് ആ ഉണ്ണിക്കിണ്ണൻ ഇടങ്ങേറുമായി വന്നാൽ അമ്മച്ചിയാണേ, അയാളെ ഞാൻ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ? എന്താടി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ലടി, ശരിയാവുന്നില്ല. ആ കുഴപ്പമില്ല, ഇങ്ങത്താ. അതെ, അത് ഞാൻ ചെയ്തതാ, ശരിയാവില്ല. അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ലെന്ന്. അയ്യേ, ഞാൻ പറഞ്ഞില്ലേ ഞാനത് നോക്കിയതാന്ന്. ഓ, അതെടുത്തേ. നിങ്ങൾ രണ്ടുപേരും കടന്ന് ഇങ്ങനെ തർക്കിക്കണ്ട. മതി, എനിക്ക് മേക്കപ്പ് ചെയ്തത് മതി. നിങ്ങളൊന്ന് ഇറങ്ങിക്കേ. സർ, ഞാനതിപ്പോ ശരിയാക്കി തരാം സർ. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് ഇറങ്ങിക്കേ. ഹലോ കൊച്ചുമുതലാളി. ദർശന എവിടെയാ? എന്താ കൊച്ചുമുതലാളി? ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. എന്താ, എന്തു പറ്റി? കൊച്ചുമുതലാളി കാര്യം പറ. ഇപ്പോ മേക്കപ്പ് ചെയ്യാൻ വന്നവരെ ഞാൻ പറഞ്ഞു വിട്ടു. ഇവരൊന്നും ശരിയല്ല. കൊച്ചുമുതലാളി വിഷമിക്കണ്ട, ഞാൻ വേറെ ആളുകളെ അങ്ങോട്ട് അയക്കാം. അവര് എന്റെ കൊച്ചുമുതലാളിയെ സുന്ദര രൂപേശാക്കി മാറ്റും. ആ, മറ്റുള്ളവന്മാരടുത്ത് പോവാൻ പറ. ദർശന, ഇനി എന്നെ കൊച്ചു മുതലാളിന്ന് വിളിക്കണ്ട. യു ക്യാൻ കോൾ മീ രൂപേഷ് ഏട്ടൻ. അല്ലെങ്കിൽ രൂപേഷ് എന്ന് വിളിച്ചാലും മതി. ആഹാ, നല്ല ജോറായിട്ടുണ്ടല്ലോ. ഇംഗ്ലീഷ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം ആരാ ഇത്ര വേഗം പഠിപ്പിച്ചത്? അതെ, അതെന്റെ മിടുക്കല്ല. മിടുക്കല്ലേ? പിന്നെ അത് വേണ്ട, ഞാൻ പിന്നെ പറയാം. പറ. അതെന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. കൊച്ചുമുതലാളി പറ. കൊച്ചുമുതലാളിയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറ,
ആരെ പഠിപ്പിച്ചേ? അത് എന്റെ സ്വന്തം പുതിയ ടീച്ചറാ.